ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഗൂഗിൾ പേ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പോൾ ഇതിന്റെ ഒട്ടനവധി നിരവധി ഓഫേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഗൂഗിൾ പേ അക്കൗണ്ട് ഇല്ലാത്തവർ എങ്ങനെ ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് എടുക്കും എന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടും, പക്ഷെ അങ്ങനെ എടുക്കരുത്. നിങ്ങൾ ഇപ്പോൾ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഒരു ഗൂഗിൾ പേയുടെ ലിങ്ക് വഴി, അതായത് ഇൻവൈറ്റ് ലിങ്ക് വഴി ജോയിൻ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്കും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ലിങ്ക് വഴി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഇതെങ്ങനെയാണ് നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഇതിനകത്ത് എങ്ങനെ അക്കൗണ്ട് നിങ്ങളുടെ ആഡ് ചെയ്യാം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഇതിലൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന കാര്യം വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാന സംഭവം ക്യാഷ് ബാക്ക് ആണ്. അതുപോലെ നിരവധി ഓഫേഴ്സ് കിട്ടും. നമുക്ക് റിയൽ മണി, ഡിജിറ്റൽ മണി നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത്. അപ്പോൾ ഇതിന്റെ റിവാർഡ് സെക്ഷൻ, എന്റെ റിവാർഡ് സെക്ഷൻ കാണിച്ചു തരാം. ഞാനിപ്പോ ഏകദേശം 3061 രൂപ വരെ എണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 501 രൂപ വരെ കിട്ടാനുള്ള ഒരു ഓഫറിൽ നിന്ന് നമുക്ക് 483 രൂപ കിട്ടി. അതുപോലെ തന്നെ 100 രൂപ വരെ കിട്ടാനുള്ള ഓഫറിൽ നിന്ന് നമുക്ക് 23 കിട്ടി. അങ്ങനെ നിരവധി ഓഫേഴ്സ്. റീചാർജ് ചെയ്യുമ്പോഴോ നിങ്ങൾ എന്തെങ്കിലും ഓൺലൈൻ വഴി എന്തെങ്കിലും സാധനം മേടിക്കുമെങ്കിലോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും. ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ മണി തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ആകുന്നതായിരിക്കും. അപ്പൊ ഇഷ്ടംപോലെ പൈസ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ഗൂഗിൾ പേ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിനകത്ത് എങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് കാണിച്ചു തരാം. ഞാനിപ്പോ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടോണ്ട് നിങ്ങൾക്ക് ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം വെച്ച് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി എന്റെ ലിങ്ക് വഴി നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്തെന്ന് വിചാരിക്കുക. നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും. നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് കൊടുത്തിരിക്കുന്നത്, അതായത് നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കും, SMS ഒക്കെ വരുന്നത്. ആ നമ്പറുമായിട്ട് തന്നെ വേണം നിങ്ങൾ ലിങ്ക് ചെയ്യാൻ. ആ നമ്പർ എടുത്ത് ലോഗിൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരു ലോക്ക്, സ്ക്രീൻ ലോക്ക് ചെയ്യാൻ പറ്റും. ഓപ്പൺ ആകുന്ന നേരത്തെ ഒരു ലോക്ക് ഇടാൻ വേണ്ടി നിങ്ങൾ സാധാരണ ലോക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഒരു ലോക്ക് ഉണ്ടാകാം. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ID വേണം. ഇമെയിൽ ID വെച്ച് സൈൻ അപ്പ് ചെയ്യണം. ഇനി രണ്ടാമത് ഓപ്ഷൻ, നിങ്ങൾ ഏറ്റവും മുകളിൽ നിങ്ങൾ ആദ്യമായിട്ട് കയറുന്ന ആളാണെങ്കിൽ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ആക്സിസ് ബാങ്ക് ആണെങ്കിൽ അത്, SBI ആണെങ്കിൽ SBI, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാങ്ക് ഏതാണോ അത് നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യുക. ഇതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യും. ബാങ്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ റീചാർജ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പൈസയും വേണം. 1 രൂപയുടെ ഒരു SMS അവർ അങ്ങോട്ട് അയക്കും വെരിഫിക്കേഷൻ വഴി ബാങ്കിലോട്ട്. ഒരു ബാങ്ക് കൺഫർമേഷൻ കൊടുത്ത് ആ ഒരു സ്പോട്ടിൽ തന്നെ ഓട്ടോമാറ്റിക് ബാങ്കിലോട്ട് വെരിഫൈ ആവും ഗൂഗിൾ പേ. ഇതിനുശേഷം നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ എൻ്റർ UPI ഉണ്ടാക്കാൻ പറയും. നിങ്ങൾക്ക് UPI പിൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയതായിട്ട് UPI പിന്ന് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ATM കാർഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു പിന്നാണ്, അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, നമ്മുടെ ATM കാർഡിന്റെ ലാസ്റ്റ് 6 അക്ക ഡിജിറ്റും അതിന്റെ മന്ത് ആൻഡ് എക്സ്പയറി ഡേറ്റ് ഇയറും കൂടെ അടിച്ചു കൊടുക്കാൻ ഒരു ഓപ്ഷൻ കാണും. അത് നിങ്ങൾ കറക്റ്റായിട്ട് അടിക്കുക. മാത്രമേ നമുക്ക് പൈസ അങ്ങോട്ട്, നമ്മുടെ കയ്യിലുള്ള പൈസ നിങ്ങളുടെ കൂട്ടുകാർക്ക് അതുപോലെ തന്നെ അവരുടെ പൈസ ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇതിനുശേഷം നിങ്ങൾ നമ്മുടെ UPI പിൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഇതുപോലെ ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഒരു പുതിയ ഒരു പിന്ന് ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു പിന്നിലായിരിക്കും നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഇതിന് എങ്ങനെ നടത്താം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ഗൂഗിൾ പേയിലോട്ട് വരുവാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓഫേഴ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനോട്ട് വരുവാണെങ്കിൽ പല പല ഓഫേഴ്സ് ഉണ്ട്. കണ്ടോ, നിങ്ങൾക്ക് 200 വരെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്താലും ഓൺലൈൻ വഴി എന്തെങ്കിലും ബുക്ക് ചെയ്താലും നമ്മൾ അങ്ങനെ പല പല സെറ്റപ്പ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ നോക്കുക. നമ്മൾ വീഡിയോക്കകത്ത് പറഞ്ഞാൽ കൂടുതലായിട്ട് പോകത്തുള്ളൂ. ഇതെല്ലാം വായിച്ച് നോക്കുക. ഇതിന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, നമ്മൾ ഇൻവൈറ്റ് ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 175 രൂപ വരെ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 175, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഏകദേശം 21 രൂപ കിട്ടും. ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഫസ്റ്റ് മണി ട്രാൻസ്ഫർ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ UPI പിന്നെല്ലാം വെച്ച് ഉണ്ടാക്കിയ ഈ ഒരു സംഭവം നമ്മൾ പൈസ സെൻഡ് ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരന് ജസ്റ്റ് ഒരു എമൗണ്ട് സെൻഡ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. 100 രൂപ. ഇതിന്റെ ലൊക്കേഷൻ നമ്മൾ ഓൺ ചെയ്യണം. ഓക്കെ, ഇവിടെ ഈ ഒരു ഓപ്ഷൻ വരും. പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞൊരു സംഭവം വരും. വേറൊന്നുണ്ടല്ലോ, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല. സ്ക്രീൻ റെക്കോർഡ് വർക്ക് ആയതുകൊണ്ട് അത് അവിടെ ഒരു പോസ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗം എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക. നിങ്ങളുടെ പൈസ ഒരു കൂട്ടുകാരനെ സെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾ അയച്ച എമൗണ്ടിനെക്കാൾ ചിലപ്പോൾ ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ
അയച്ച എമൗണ്ടിന്റെ അടുത്തുള്ള എമൗണ്ട് ചിലപ്പോൾ അതിനേക്കാളും കൂടിയ എമൗണ്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുന്നതാണ്. കമന്റ് ബോക്സിൽ നമ്മൾ ചോദിച്ചാൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ ചോദിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ലെറ്റ്സ് എൻജോയ് ദിസ് വീഡിയോ.